ഹലോ ഗായ്സ്, വെൽക്കം ടു ക്ലൗഡഡ് ഡയറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ക്രേ പേപ്പേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ പറയട്ടെ, ആ ഗ്രീൻ ക്രേ പേപ്പർ നമുക്ക് ആവശ്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് വീഡിയോ അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ ഇതിന് മുമ്പിട്ട ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്താ അഭിപ്രായം? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഞാനിവിടെ ഏറ്റവും സിമ്പിളായ മെത്തേഡാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കേ ആദ്യം തന്നെ യെല്ലോ ക്രേ പേപ്പർ എടുത്ത് നീളത്തിൽ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞാക്കി കട്ട്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്രാഫ്റ്റ് ചെയ്തില്ലേ, അതിലും വളരെ നൈസായിട്ട് ചെയ്താൽ മതിയേ. എന്നിട്ട് അത് നമ്മുടെ ബാംബൂ സ്റ്റിക്കിൽ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിന് പെറ്റൽസ് വേണം. ഇപ്പോൾ നമ്മുടെ അതിൻ്റെ പൂവിൻ്റെ സെൻറ്റർ ഭാഗമായിട്ടുള്ളൂ. പെറ്റൽസ് ഉണ്ടാക്കാൻ ഞാനിവിടെ റെഡ് ക്രേ പേപ്പർ ആട്ടോ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മടക്കി അതിലൊരു ചെറിയ പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടാട്ടോ ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പെറ്റലിൻ്റെ ഷേപ്പ്, ഞാനിവിടെ റാ ഷേപ്പ് വരുന്ന പെറ്റലാട്ടോ വരച്ചു കൊടുത്തിരിക്കുന്നത്. അതാണ് എളുപ്പം, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോയിൽ കാണിച്ച പോലെ ഞാൻ കുറേ മടക്കി ചെയ്തതുകൊണ്ട് എനിക്ക് ഒറ്റ കട്ടിങ്സിൽ തന്നെ എല്ലാ പൂവും കഴിഞ്ഞു. പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല മൂർച്ചയിൽ കത്രിക ഉണ്ടെങ്കിൽ മുറിയേ ഇല്ല, കാരണം അത്രയും കട്ടിക്കല്ലേ നമ്മൾ പേപ്പർ വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ചെയ്ത് വെച്ച യെല്ലോ കളറിൻ്റെ ചുറ്റും ഈ പെറ്റൽസ് നമുക്ക് 1 ലെയറായിട്ടോ 2 ലെയറായിട്ടോ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ടോ യൂസ് ചെയ്യുന്നത്. നോക്ക്, നമ്മുടെ ഫ്ലവർ ഭംഗിയായി തുടങ്ങിയില്ലേ? നല്ല കോമ്പിനേഷൻ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഫ്ലവേഴ്സിൽ റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ തന്നെ ചെയ്തത്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ഗ്രീൻ ക്രേ പേപ്പർ നമുക്ക് ആവശ്യമില്ലാന്ന്. അതെന്തിനാന്ന് ഇപ്പോൾ കാണുന്നവർക്ക് ചിലർക്കെങ്കിലും മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. താങ്ക്